യുവതിയെ വിവാഹം ചെയ്യാൻ വേണ്ടി യുവതിയുടെ വീട്ടുകാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം വാഹനാപകടം ഉണ്ടാക്കി. അതായത് യുവതിയെ തന്നെ കാറിലിടിച്ച് വീഴ്ത്തി, എന്നിട്ട് യുവതി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. കോന്നി മാമൂട് സ്വദേശി 24-കാരൻ, പേര് രഞ്ജിത്ത് രാജൻ, ഒരു യുവതിയെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹം. ഈ യുവതിയാണ്. യുവതിയുടെ തൊട്ടു പിന്നാലെ കാറ് വരുന്നുണ്ട്. യുവതിയുടെ കുടുംബത്തിന്റെ ശ്രദ്ധ നേടാൻ വേണ്ടി ചെയ്തത് ഒരു അജാസ് എന്ന് പറയുന്ന 19 വയസ്സുകാരനോട് കൂട്ടുപിടിച്ച് ഒരു അപകടം ഉണ്ടാക്കി. പത്തനംതിട്ട വാഴമുട്ട ഈസ്റ്റിൽ വെച്ച് യുവതിയുടെ സ്കൂട്ടറിൽ അജാസ് കാറിടിച്ചു. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. അജാസ് ഓടിച്ചത് വേറൊരു കാർ. അജാസിന്റെ തൊട്ടു പിന്നാലെ ഇന്നോവ കാറിൽ 1-ാം പ്രതിയായ രഞ്ജിത്ത് രാജൻ എത്തുന്നു. യുവതിയെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നു. അങ്ങനെ വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച സന്മനസ്സുള്ള ആ ചെറുപ്പക്കാരനെ കണ്ട് യുവതിയുടെ രക്ഷിതാക്കൾ ഇംപ്രസ്ഡ് ആവുമെന്നായിരുന്നു അദ്ദേഹം കരുതിയത്. യുവതിക്ക് ദേഹമാസകലം പരിക്കുപറ്റി, ഇടിച്ചിരി കൂടിപ്പോയി. ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. വിശദമായ അന്വേഷണത്തിൽ അപകടം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് തെളിഞ്ഞു. പിന്നീട് എന്താ സംഭവിച്ചത്? യുവതിയുടെ രക്ഷിതാക്കളെ ഇംപ്രസ് ചെയ്യാൻ വന്ന ചെറുപ്പക്കാരൻ നരഹത്യാ ശ്രമത്തിന് വകുപ്പ് ചെയ്ത് അതിൽ പ്രതിസ്ഥാനത്തായി. ഒരു തോക്കെടുത്ത് ഇറങ്ങിക്കോ, മനുഷ്യനെ കൊന്നു കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത് ഫാന്റാസ്റ്റിക് ചീറ്റിംഗ്. കുട്ടിക്കാലത്ത് വായിച്ച ഫെയറി ടെയിലിൽ പോലും ഇങ്ങനൊരു തട്ടിപ്പ് കേട്ടിട്ടില്ല. പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഇംപ്രഷനും പോയി, നാട്ടുകാരും അറിഞ്ഞു, നാണക്കേടുമായി, മാനവും പോയി, എല്ലാം പോയി. ചെറിയ ബുദ്ധി തോന്നിയതാണ്. അരുൺ, ഈ പ്രണയത്തിന് കണ്ണുമൂക്കമൊന്നുമില്ല എന്ന് നാം സാധാരണ കേൾക്കാറുണ്ട്. പക്ഷേ ഇത് അരുൺ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കടന്ന കൈയായി പോയി. എന്തും ചെയ്യാൻ മടിക്കാത്ത എംബോക്കിയാണവൻ. ചെകുത്താൻ ഭൂമി എന്ന് പറഞ്ഞിരിക്കുക അവന്റെ രൂപത്തിൽ. എനിക്ക് എന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ല. പോയി തൂങ്ങിച്ചവിടാ. അതാ അന്തസ്സുള്ളവൻ ചെയ്യേണ്ടത്. മുൻവശത്ത് സഞ്ചരിക്കുന്നത് ആ യുവതിയാണ്. അതിന്റെ തൊട്ടുപുറയിൽ ഒരു കാർ വരുന്നത് കാണാം. ആ കാർ കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന ശേഷം ഈ യുവതിയെ സ്കൂട്ടറിൽ ഇടിപ്പിച്ച് അവിടെ വീഴ്ത്തുകയായിരുന്നു. പെട്ടെന്ന് നാട്ടുകാരൊക്കെ ഓടിക്കൂടി. നാട്ടുകാർ ആദ്യം വിചാരിച്ചത് ഒരു സാധാരണ അപകടം. യുവതിയുടെ കൈക്ക് പരിക്കേറ്റിരുന്നു. പെട്ടെന്ന് ഒരു ഇന്നോവ കാർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ആ കാറിൽ നിന്നും ഒരു യുവാവ് ചാടി ഇറങ്ങുന്നു. പെട്ടെന്ന് സ്കൂട്ടറിൽ നിന്ന് വീണ് കിടന്ന ആ യുവതിയെ താങ്ങിയെടുത്ത് തൻ്റെ സ്വന്തം ഇന്നോവ കാറിൽ കയറ്റി ശരവേഗത്തിൽ ആശുപത്രിയിലേക്ക് പോകുന്നു. ഇതുപോലുള്ള ചില വൃത്തികെട്ടവന്മാരാ നേരെ ചൊവ്വേ ജീവിക്കുന്ന മലയാളികൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത്. അതിനിടെ ആരോ അവിടെ നിന്ന് ചോദിച്ചു, ഈ ചെറുപ്പക്കാരിയുടെ ആരാണ് താങ്കൾ എന്ന് ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞു ഭർത്താവാണെന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു കളവ് കൂടി അവിടെ ഈ യുവാവ് പറഞ്ഞു, രഞ്ജിത്ത് എന്ന ആ യുവാവ് പറഞ്ഞു. ഇനി അതിൽ പിടിച്ചാടോ ഈ കൃഷ്ണമൂർത്തി കളിക്കാൻ പോകുന്നത്? ഏതായാലും നാടകം പൊളിഞ്ഞു. പോലീസ് നരഹത്യാ ശ്രമത്തിന് കേസും എടുത്തിട്ടു. ഓക്കെ, എന്തായാലും പഴയ സിനിമയിലൊക്കെ ആയിരുന്നെങ്കിലുണ്ടല്ലോ, പഴയ ഏതൊക്കെയോ സിനിമകളുണ്ട്, മോഹൻലാലൊക്കെ അഭിനയിച്ച സിനിമകളുണ്ടല്ലോ, ആ സിനിമയിലെ നായകൻ നായികയെ സ്വന്തമാക്കാൻ വേണ്ടി കുറച്ച് വില്ലന്മാരെ അറേഞ്ച് ചെയ്ത് നീ പോയി അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കും, ഞാനിവിടെ നായകനായിട്ട് വന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളാം. ആ പഴയ സ്ക്രിപ്റ്റാണ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി. നമ്മളെല്ലാം വെറും വിധികളാണെന്നാണ് അവളുടെ വിചാരം. നോക്കിയിരിക്കാതെ ചോദിക്കുന്നത് അവൻ എന്റെ കൈ കിട്ടിയ പിഴിഞ്ഞ് ഞാൻ ചാറ് കുടിക്കും. ദൈവമായിട്ടാണ് നിന്നെ എന്റെ മുന്നിൽ എത്തിച്ചത്. അയ്യോ, കോൺസ്റ്റബിൾ പെരുമാറിക്കോ. ഇതുപോലെ ഒന്നിനും എനിക്ക് കിട്ടില്ല. കൈത്തരിപ്പ് തീർത്തോ? എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.